Hello guys, welcome back to my channel Journey Through Hobby. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ജാവ സ്ക്രിപ്റ്റ് ഫയൽ ലിങ്ക് ചെയ്യുന്നത് HTML ഫയൽ വെച്ച് എങ്ങനെ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എന്താ അറിയുന്നത് വെച്ചാൽ VS കോഡ് ഓപ്പൺ ചെയ്യാനും എങ്ങനെയൊക്കെ ഓപ്പൺ ചെയ്യുക എന്നൊക്കെ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതൊക്കെ പഠിക്കേണ്ട ഒരു മെത്തേഡാണ്. സോ ഈ VS കോഡ് ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കാൻ അറിയുന്നവരാണെങ്കിൽ ഈ വീഡിയോ കുറച്ച് സ്കിപ്പ് അടിച്ച് കാണും. കാരണം ഞാൻ ടൈം ലൈൻ അടിയിൽ ആഡ് ചെയ്യുക എവിടെ നിന്ന് ജാവ സ്ക്രിപ്റ്റ് ഫയൽ ലിങ്ക് ചെയ്യുന്നതെന്ന് കാണിക്കുന്നതെന്ന് പറയാം. സോ അതിന് മുമ്പ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ആദ്യത്തെ കുറച്ച് മിനിറ്റ്സ്. സോ അറിയാത്തവർ മാത്രം കാണുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക. VS കോഡ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പിൽ നമ്മൾ ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഫോൾഡറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഞാൻ യൂട്യൂബ് വീഡിയോ എന്ന് കൊടുത്തിട്ട് ഇത് 3 തരത്തിൽ VS കോഡ് ഓപ്പൺ ചെയ്യാം. 3 തരത്തിലാണ്, ഒരുപാട് തരത്തിൽ ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് തരം എന്ന് വെച്ചാൽ VS കോഡ് പോയിട്ട് ഓപ്പൺ ചെയ്യുന്ന രീതി. VS കോഡ് പോവുക, ഫയലിൽ ഓപ്പൺ ഫോൾഡർ നോക്കിയിട്ട് ഡെസ്ക്ടോപ്പിലല്ല നമ്മളിതൊക്കെ ഡെസ്ക്ടോപ്പിൽ ഇവിടെ സെർച്ച് ചെയ്യാം യൂട്യൂബ് വീഡിയോ. ദെൻ സെലക്ട് ഫോൾഡർ നിൽക്കും, ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്ന് വെച്ചാൽ ഈ യൂട്യൂബ് വീഡിയോ ഉണ്ടാകും, ആ ഫോൾഡറിൻ്റെ അത് പോയി അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ കണ്ട ടോപ്പ് ബാറിൽ അവിടെ ക്ലിക്ക് ചെയ്ത് CMD എന്ന് കമാൻഡ് പ്രോംപ്റ്റ് ഓൺ ആക്കാം. CMD എന്ന് പറഞ്ഞിട്ട് ഇത് ദെൻ കോഡ് സ്പേസ് ഡോട്ട് ഇതാ കോഡ് ഒരു സ്പേസ് ഉണ്ട്, ഡോട്ട് കമൻറ്റ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ആക്കിയാൽ VS കോഡ് ഓപ്പൺ ആവും. നമ്മൾ ആ കറക്റ്റ് ആ ഫോൾഡറിൽ തന്നെ ഓപ്പൺ ആവും. ഏതാണ് ഫോൾഡർ അതിൻ്റെ കൂടെ കയറിയിട്ട് CMD ടൈപ്പ് ചെയ്തിട്ട് നോക്കുക. അറിയാത്തവരൊന്ന് ബാക്ക് അടിച്ചൊന്നും കൂടി നോക്കുക. തേർഡ് വേ എന്ന് പറയുന്നത് നമ്മൾ ഈ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഷോ മോർ ഓപ്ഷനിൽ ഓപ്പൺ വിത്ത് VS കോഡ് ഉണ്ടാകും. ഓപ്പൺ വിത്ത് VS കോഡ് അത് നോക്കാം. ഈ 3 പേര് ഏതെങ്കിലും ഒരു പേര് ഓപ്പൺ ആക്കിയിട്ട് ദെൻ ഈ യൂട്യൂബ് ഉണ്ടാകും. ഞാൻ യൂട്യൂബ് വീഡിയോ നിങ്ങൾ എന്തെങ്കിലും ഫയലിൽ സേവ് ആയിക്കോ. ദെൻ അവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന HTML ഫയലാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫയൽ .html എന്ന് ഞാൻ കൊടുക്കും. ഇവിടെ നിങ്ങൾക്ക് HTML അറിയില്ലെങ്കിൽ ഇത് എന്താ പറയുക സ്ലാഷ് അടിക്കുക. ദെൻ എൻ്റർ വയ്ക്കാൽ HTML ബേസിക് സ്ട്രക്ചർ ലോഡ് ചെയ്യും. ദെൻ അവിടെ ഞാനൊരു ഇത് വേണ്ടിക്ക് സ്കിപ്പ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഇതാക്കണമെന്ന് ഞാൻ കുറച്ച് സ്റ്റൈൽ കൊടുക്കുക എന്ന രീതിയിലാണ് ഇത് ആക്കുന്നത്. ഓക്കെ, ഞാൻ ഇതിന് കുറച്ച് സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോഴും പറയാം, നിങ്ങൾക്കിത് ആവശ്യമില്ലാത്തൊരു ഭാഗം. ഞാൻ HTML ജസ്റ്റ് ചിലവർക്ക് കോഡ് കിട്ടാത്തവരുണ്ടാകും, ജസ്റ്റ് ആ കോഡിന് വേണ്ടിയിട്ടാണ് ഇതാക്കുന്നത്. ഞാൻ ഈ കോഡ് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ ആവശ്യമുള്ളവർ നോക്കുക. എന്തെങ്കിലും എറേഴ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അല്ലാത്തവർക്ക് മെസ്സേജ് ഞാൻ കോഡ് അയച്ചു തരാം. ഈ കോഡ് ആവശ്യം എന്തായിട്ടും ഇല്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ജാവ സ്ക്രിപ്റ്റാണ് ഇപ്പം നോക്കുന്നത്, HTML CSS അല്ല. പക്ഷേ കാണാനൊരു ലുക്ക് വരട്ടെ എന്ന രീതിയിലാണ് HTML CSS വെക്കുന്നത്. ഇത് സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം. അല്ല, ഈ HTML CSS കുറച്ച് ഇതാക്കിയിട്ട് ആണ് ജാവ സ്ക്രിപ്റ്റിലേക്ക് പോകുന്നവർക്ക് അങ്ങനെ നോക്കാം. സോ ഞാൻ എന്തായാലും ടൈം ലൈൻ വീഡിയോയുടെ അടിയിൽ ആഡ് ചെയ്യുക. ആവശ്യമുള്ളവർ മാത്രം ഈ ഒരു സെക്ഷൻ കാണും. വീഡിയോ ഫുള്ളായിട്ട് ഒഴിവാക്കരുത്. വീഡിയോയിൽ ലാസ്റ്റോട്ട് എന്തായിട്ടും നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളുണ്ട്. സോ ഫസ്റ്റ് ബോഡിയിൽ ഓക്കെ, ഞാൻ ഇവിടെ ജസ്റ്റ് കളർ ജസ്റ്റ് മാറ്റിയിട്ടുണ്ട്.
ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് നോക്കി ടൈപ്പ് ചെയ്യുക ഇത് പ്രോഗ്രാം. എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ പോസ് ചെയ്യുക, ദെൻ നോക്കുക. ഇതൊന്നുമില്ല, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതൊന്നുമില്ല, ജസ്റ്റ് ബോഡിയിൽ ഞാൻ ഹൈറ്റ് 100 വ്യൂ പോർട്ട് ഹൈറ്റ് കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ലീനിയർ ഗ്രേഡിയൻ്റ് കളർ കൊടുത്തിട്ട് ഡിസ്പ്ലേ ഫ്ലെക്സ് ആക്കിയിട്ട് അലൈൻമെൻറ്റ് സെൻറ്റർ കൊണ്ടുവന്നു, മേലെ താഴേക്ക് കൂടെ സെൻറ്റർ കൊണ്ടുവന്നു. ദെൻ ഫോൺ ഫാമിലി കൊടുത്ത് വിത്ത് 100% വേണം, എന്നാലും അത് ടെസ്റ്റ് ചെയ്യാൻ സെൻറ്ററിൽ വരും. ദെൻ ഫോൺ സൈസ് കൊടുത്ത് ഞാൻ കളർ വൈറ്റ് കൊടുത്ത് ലൈൻ ഹൈറ്റ് വേണ്ടിക്ക് കൊടുത്താൽ മതി. പിന്നെ പാഡിങ് 30 പിക്സ് കൊടുത്ത്. സോ അത് കറക്റ്റ് ഇതിവിടെ സെൻറ്ററിൽ എഴുതി. ഓക്കെ, ദെൻ ഓക്കെ, ഇനി നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഫയൽ എങ്ങനെ HTML ഫയലുമായിട്ട് ലിങ്ക് ചെയ്യാം എന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് അതിനു മുമ്പ് ഈ HTML ഫയൽ പല രീതിയിൽ റൺ ചെയ്യാം. അതിൽ ഒരു റൺ ചെയ്യേണ്ട എക്സ്റ്റൻഷനാണ്, എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ലൈവ് സെർവർ എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. ലൈവ് സെർവർ വേണ്ട, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യും. ആ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ HTML ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ വയ്ക്കാൽ ആ ഒരു കോഡ് ഓപ്പൺ ആയി വരും. കണ്ടോ, ആ ഒരു പേജ് ഓപ്പൺ ആയി വരും. ജാവാസ്ക്രിപ്റ്റ് ലിങ്ക് ചെയ്യുന്നത് 2 തരത്തിലാണ് മെയിൻലി. ഒന്ന് ഇൻലൈൻ സ്ക്രിപ്റ്റും, ഒന്ന് എക്സ്റ്റേണൽ ഫയലായിട്ട്. ഇൻലൈൻ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ജാവാസ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ടാഗ് ടച്ച് ചെയ്യുന്നത്. ആ ടാഗിൻ്റെ അകത്ത് നമ്മൾ എന്ത് കണ്ടന്റ് ചെയ്താലും അത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഇതാണ്. അതെന്നുവെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്തു. അപ്പോൾ ഇൻലൈൻ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ HTML ഫയലിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതുന്നതിനാണ് ഇൻലൈൻ സ്ക്രിപ്റ്റ് എന്നും. അഥവാ നമ്മളൊരു എക്സ്റ്റേണൽ ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഈ എക്സ്റ്റേണൽ ഫയൽ ക്രിയേറ്റ് ചെയ്ത് അവിടെ സാധാരണ പ്രോഗ്രാം എഴുതുന്നതിനാണ് എക്സ്റ്റേണൽ ഫയൽ എന്ന് പറയുന്നത്. 2 തരത്തിലാണ്. രണ്ടാമത്തെ തരത്തിലാണ് ഇത്. ഓക്കെ, മോസ്റ്റ് കോമൺലി ഈ രണ്ടാമത്തെ തരത്തിൽ ചെയ്തത്. കാരണം ഈ HTML കുറച്ചും കൂടി കാണാൻ വൃത്തിയുണ്ടാവും. നമ്മളിപ്പോൾ ഇവിടെ കുറേ ഇങ്ങനെ നമ്പർ ഓഫ് ലൈൻസ് കോഡ് ചെയ്ത് വിചാരിക്കുക. അപ്പോൾ സ്ക്രിപ്റ്റഡ് ഓൾറെഡി HTML കോഡിൻ്റെ ലെങ്തി ആയിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ സ്ക്രിപ്റ്റഡ് ആയും കൂടി കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. സോ മോസ്റ്റ് കോമൺലി എല്ലാവരും വേറൊരു ഫയലിലാണ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതാക്കുക. എന്നുവെച്ചാൽ ആ ഫയൽ എങ്ങനെ ഈ ജാവാസ്ക്രിപ്റ്റ് ഈ HTML ഫയലായിട്ട് ലിങ്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിവിടെ സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഉള്ളിൽ സോഴ്സ് കൊടുക്കും. SRC എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട് സോഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ കറക്റ്റ് പാത്ത് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ എൻ്റെ ഫയൽ ഒരേ ഫോൾഡറിൻ്റെ ഉള്ളിലാണ്, യൂട്യൂബ് വീഡിയോ തന്നെ ഫോൾഡറിൻ്റെ ഉള്ളിലാണ്. ഡയറക്റ്റ് ഫയലിൻ്റെ പേര് കൊടുത്താൽ മതി. അഥവാ ഇത് വേറൊരു സ്ഥലത്താണെങ്കിൽ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഫയലിൻ്റെ പേര് യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാം. സോ പലതരത്തിലുണ്ട്. ലിങ്ക് ആക്കി സോഴ്സ് ഫയൽ കൊടുക്കുക. ദെൻ ഇതുമായിട്ട് കണക്റ്റ് ആയിക്കോളും. ഓക്കെ, ഞാൻ ജസ്റ്റ് നേരത്തെ പ്രോഗ്രാം ചെയ്ത് കാണിച്ചു തരാം. ജാവാസ്ക്രിപ്റ്റ് അമേസിങ് ആണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ബോക്സിൽ വരുന്നുണ്ട്. ഓക്കെ, കോഡ് വർക്ക് ആകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഈ HTML ഫയലുമായിട്ട് ലിങ്കായി. ഇങ്ങനെയാണ് 2 തരത്തിൽ ലിങ്കിങ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് നേരത്തെ പോലത്തെ ഒരു കോഡ് ചെയ്ത് നോക്കാം. നേരത്തെ കുറച്ച് കാൽക്കുലേഷൻ ചെയ്തില്ല. 45 + 44 ഇത് ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ആക്കി. കാരണം അലൗട്ട് ബോക്സ് റിപ്പീറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. സോ ഇത് നോക്കാം. ഇൻസ്പെക്റ്റഡ് കൺസോളിൽ വന്നോ നോക്കാം. ഇല്ല, കൺസോളിൽ അത് കാണുന്നില്ല. സോ നമ്മളിപ്പോൾ കൺസോളിൽ ഇതുപോലെ ഇങ്ങനെ കാണാണ്ടിരിക്കുക. നേരത്തെ ചെയ്യുന്നതിനെ നല്ല എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ കൺസോളിൽ കൊടുക്കുകയത് ഡയറക്റ്റായിട്ട് ഇങ്ങനെ കൊടുക്കുകയത്. അപ്പോൾ നമ്മളൊരു ഫയൽ വഴി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ HTML ഫയലിൽ കൺസോളിൽ ഔട്ട്പുട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഓൾറെഡി ക്രിയേറ്റ് ചെയ്തൊരു ഫംഗ്ഷൻ ഉണ്ട്, console.log.console.logൻ്റെ ഉള്ളിൽ എന്താ പറയുക ഈ ഒരു പ്രോഗ്രാം കൊടുത്താൽ മതി.
ദെൻ അതിൻ്റെ ആൻസർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കൺസോളിൽ ഔട്ട്പുട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു ഫയൽ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഫയലിലോ അല്ല HTML ഫയൽ ഇൻറ്റേർണൽ ആയിട്ടോ നമ്മൾ ഇൻലൈനായിട്ടോ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു കൺസോൾ ഡോട്ട് ലോഗ് എന്നൊരു ഈ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൊടുത്താൽ മാത്രമേ കൺസോൾ കാണിക്കത്തുള്ളൂ. ഓക്കെ, അത് ജസ്റ്റ് മനസ്സിലാക്കുക. ഇപ്പോൾ കൺസോൾ എന്താ നോക്കാം. കൺസോൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എൻവയോൺമെൻ്റ് ആണ്, ചെറിയ പീസ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ റിസൾട്ട് പെട്ടെന്ന് കാണാൻ ചെറിയ പീസ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസോൾ യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒരു എൻവയോൺമെൻ്റ് ആണ്. സോ അതിനാണ് കൺസോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫയലിൽ നിന്ന് കൺസോളിലേക്ക് പോകണമെങ്കിൽ കൺസോൾ ഡോട്ട് ലോഗ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഓൾറെഡി ജാവാസ്ക്രിപ്റ്റ് ചെയ്ത ഇൻബിൽറ്റ് ഫംഗ്ഷനാണ് കൺസോൾ ഡോട്ട് ലോഗ്. ഓക്കെ, അതിൽ ക്രിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാം. ഇവിടെ കൺസോൾ ഡോട്ട് ലോഗ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷേ നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൺസോൾ ഡോട്ട് ലോഗ് കൊടുക്കണം. മനസ്സിലായെന്ന് എടുക്കുക. നമുക്കിപ്പോൾ എക്സ്പ്ലിസിറ്റ്ലി ഒരു പ്രോഗ്രാം ചെയ്യേണ്ടെങ്കിൽ കൺസോൾ ഡോട്ട് ലോഗ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇംപ്ലിസിറ്റ്ലി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിട്ട് കൺസോൾ ഡോട്ട് ലോഗ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സോ ഇത്രയാണ് 2 തരത്തിലാണ് ജാവാസ്ക്രിപ്റ്റ് ലിങ്ക് ചെയ്യുക. ഒന്ന് ഇൻറ്റേർണലായിട്ടും ഒന്ന് എക്സ്റ്റേണൽ സ്ക്രിപ്റ്റ് ആയിട്ടും. ഇൻറ്റേർണൽ എന്ന് വെച്ചാൽ ഇൻഡെക്സിൻ്റെ ഉള്ളിൽ നമ്മൾ HTML ഉള്ളിൽ സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഉള്ളിൽ SRC ഒന്നുമില്ല, ഡയറക്റ്റ് ഈ കോഡ് എഴുതുന്നതും. അഥവാ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് ആ ഫയൽ ഈ സോഴ്സ് ഫയൽ ലിങ്ക് കൊടുത്തിട്ട് സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഉള്ളിൽ എഴുതുന്നതാണ് എക്സ്റ്റേണൽ. ഇത്രയൊക്കെ ഉള്ളൂ. സോ പിന്നെ ഞാൻ നേരത്തെ ഇവിടെ ഇത് ചെയ്താണ്. ഇതിനെയാണ് കമൻറ്റിങ് എന്ന് പറഞ്ഞത്. ഈ കോഡ് റൺ ആവുന്നില്ലല്ലോ. ഇപ്പോൾ നോക്കിയാൽ റൺ ആവുന്നില്ല. അഥവാ ഈ സംഭവം പോക്കിയാൽ നമുക്ക് ഈ ഒരു 2 ഇത് പോക്കിയാൽ ഈ കോഡ് റൺ ആവുന്നുണ്ടോ നോക്കിയാൽ റൺ ആവുന്നില്ല. സോ ഇതിനെയാണ് പറയുക പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കമൻറ്റിങ്. കമൻറ്റിങ് എന്ന് വെച്ചാൽ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള എന്തും ടൈപ്പ് ചെയ്യാം. പക്ഷെ അത് കമ്പ്യൂട്ടർ എന്ത് ചെയ്യില്ല, എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഓക്കെ, കമൻറ്റ് ചെയ്യാൻ പറയും. നമ്മൾ ജസ്റ്റ് അതിനെ പറ്റി ഒരു കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്തിട്ട സംഭവങ്ങൾ കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ഓൾറെഡി ഒരു കളർ മാറ്റം കാണുന്നുണ്ടാവും. കമ്പ്യൂട്ടർ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഈ ജാവാസ്ക്രിപ്റ്റിൽ കമൻറ്റ് ചെയ്യുന്നത് / ഇട്ടാൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഈ നമുക്ക് വേണ്ടി കമൻറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് നമ്മളിപ്പോൾ വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ എന്തിനാന്ന് വേറൊരു ഡെവലപ്പറാണ് ഒരു പ്രോഗ്രാം എല്ലാവരും ചെയ്യണില്ല. ഒരു പ്രോഗ്രാമിൻ്റെ ബാക്കി അടുത്ത ഡെവലപ്പർ ചെയ്യും. അങ്ങനെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ നമുക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ് ചെയ്ത് ഇതെന്തിനാണ് ഇപ്പോൾ ഫോർ എഡീഷൻ, ഇത് അഡീഷന് വേണ്ടിയിട്ടാണ് എന്ന് കമൻറ്റ് ചെയ്ത്. ഇതൊരിക്കലും ഒരു കമ്പ്യൂട്ടർ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഓക്കെ, റൺ ചെയ്യത്തില്ല. ഇത് ഇഗ്നോർ ചെയ്യും. ഇങ്ങനെ കമൻറ്റ് ചെയ്താൽ പല ലാംഗ്വേജിൽ പല രീതിയിലാണ് കമൻറ്റ് ചെയ്യുക. ഇതിൽ ഇങ്ങനെയാണ് കമൻറ്റ് ചെയ്യുക. HTML കമൻറ്റ് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ അതാ ലെസ് ചിഹ്നം എക്സ്ക്ലമേറ്ററി മാർക്ക് -, ദെൻ --. ഓക്കെ, ഈ ചിഹ്നം വെച്ചിട്ടാണ് കമൻറ്റ് ചെയ്യുക. ജാവാസ്ക്രിപ്റ്റിലെ കമൻറ്റ് / ആണ്. പിന്നെ നമുക്ക് ഈ എൻ്റയർ പ്രോഗ്രാം കമൻറ്റ് ചെയ്യണമെങ്കിൽ ഇത് സിംഗിൾ ലൈൻ കമൻറ്റ് ആണ്. നമ്മൾക്ക് എൻ്റയർ പ്രോഗ്രാം കമൻറ്റ് ചെയ്യണമെങ്കിൽ // ഈ രീതിക്ക് നമുക്ക് എൻ്റയർ പ്രോഗ്രാം കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ കമൻറ്റിങ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കമൻറ്റിങ് കൂടുതലായിട്ട് അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്കൊരു പ്രോഗ്രാമിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്തിടും. അല്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാമിൽ എന്തെങ്കിലും ഇതിനെപ്പറ്റി നമുക്കറിയില്ല, നമുക്ക് ഭാവിയിൽ ഉപയോഗിക്കുമ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഒരു കമൻറ്റ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഭാഷയിൽ എന്തെങ്കിലും എഴുതി വെക്കും. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എഡീഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എഡീഷൻ തൊട്ട് എഴുതി വെക്കും, ഫോർ എഡീഷൻ. അങ്ങനെയാണ് ഇത്. ഓക്കെ, ഇത്രത്തോളം ഉള്ളൂ. ദെൻ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ജാവാസ്ക്രിപ്റ്റ് അങ്ങനെ ലിങ്ക് ചെയ്യാമെന്ന് പഠിച്ചു. നെക്സ്റ്റ് വേരിയബിൾ വാല്യൂ എന്താണെന്ന് നോക്കാം അടുത്ത വീഡിയോ. ദെൻ ഓക്കെ, സി യു, ബൈ.